ഹലോ, അപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ ബാക്ക്ഗ്രൗണ്ടിലിരിക്കുന്ന ഈ ഒരു എൻവലപ്പാണ്. വാലന്റൈൻസ് ഡേക്കല്ലേ, നമുക്കൊരു എൻവലപ്പ് ചെയ്തെടുക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു റെക്റ്റാങ്കിൾ പീസാണ് എടുക്കുന്നത്. അതിന് ലെങ്ത്ത് വന്നിട്ട് 11 സെൻറ്റിമീറ്ററും ബ്രെഡ്ത്ത് വന്നിട്ട് 8.5 സെൻറ്റിമീറ്ററുമാണ്. പിന്നെ എടുത്തിരിക്കുന്നത് സ്ക്വയറാണ്. ആ ഒരു സ്ക്വയറിന് ഒരു 15 സെൻറ്റിമീറ്റർ ആയിരുന്നു എടുത്തിരുന്നത്. ലെങ്ത്ത് അതുപോലെ തന്നെ ബ്രെഡ്ത്തും ഒക്കെ റെക്റ്റാങ്കിളിൻ്റെയും സ്ക്വയറിൻ്റെയും ഒക്കെ സൈസ് എടുക്കാവുന്നതാണ്. ഇനി ഇതുപോലെ വെക്കണം കേട്ടോ. സ്ക്വയർ പേപ്പർ കുറച്ച് ചേർത്ത് ഒരു സ്ക്വയറിൻ്റെ ഒരു പട്ടത്തിൻ്റെ ഒക്കെ ഒരു ഷേപ്പ് വെച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ സ്ട്രെയിറ്റ് ആയിട്ട് ആ ഒരു നമ്മുടെ പേപ്പർ വെച്ചിട്ടുള്ള റെക്റ്റാങ്കിൾ വെച്ചിട്ടുള്ള എന്നിട്ട് നമ്മൾ 4 സൈഡ് ഒന്ന് അടയാളപ്പെടുത്തിയെടുക്കുക. എന്നിട്ട് ഒരു സ്കെയിൽ വെച്ച് അതൊന്ന് ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കുക. സോ നന്നായിട്ട് അടയാളം വീഴുന്ന രീതിയിൽ തന്നെ ഫോൾഡ് ചെയ്യുക. അപ്പോൾ കണ്ടോ, ഇവിടെ 4 സൈഡ്സിലും ചെറിയ ചെറിയ ഇങ്ങനത്തെ ഇതുണ്ടാവും. അപ്പോൾ അത് നമുക്കൊന്ന് കട്ട് ചെയ്ത് കളയാം. നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് ഞാൻ ക്യാമറയിൽ അത് മാർക്ക് ചെയ്യുന്നുണ്ട് പെന്ന് വെച്ചിട്ട്. അത് ചെയ്യേണ്ട ആവശ്യമില്ല, ഞാൻ ക്യാമറയിൽ കാണാൻ വേണ്ടിയിട്ടാണ് ചെയ്തത്. കണ്ടോ, 4 സൈഡിലും ഓരോന്ന് കറക്റ്റ് ചെയ്ത് നോക്കുന്നുണ്ട്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമുക്ക് അതൊന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. എല്ലാ സൈഡും കട്ട് ചെയ്തെടുക്കാം. ഞാൻ കട്ട് ചെയ്തെടുത്തത് എന്നിട്ട് അതിന് ലെഫ്റ്റെന്നും റൈറ്റെന്നും നമുക്ക് ഇതുപോലെ ഇങ്ങനെ മടക്കാം. എന്നിട്ട് താഴെയുള്ളത് മേലോട്ടും മടക്കാം. ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് എൻവലപ്പ് റെഡിയാവും. എന്നിട്ട് അതിൻ്റെ മേലെ ആ താഴേന്ന് മേലോട്ട് മടക്കിയതിൻ്റെ മേലെ ഒരു ചെറിയ റെക്റ്റാങ്കിൾ പോലെ കൂർത്തിരിപ്പുണ്ടാവും. അത് നമുക്ക് കട്ട് ചെയ്ത് കളയാം കേട്ടോ. ഇതുപോലെ അതൊന്ന് മാറ്റിച്ച് കട്ട് ചെയ്ത് കളയാം. റെഡിയായി. ബട്ട് നമുക്കിത് ഒട്ടിച്ചത് ഇനി ഇതൊട്ടിക്കാൻ ഞാനിവിടെ ഡബിൾ ടേപ്പാണ് എടുക്കുന്നത്. ഡബിൾ ടേപ്പ് ഇല്ലാത്തവർ ഗ്ലൂ എടുത്താൽ മതി എന്നെപ്പോഴും ഞാൻ പറയാറുണ്ട്. പക്ഷെ ഇപ്രാവശ്യം അങ്ങനെ പറയാൻ പറ്റത്തില്ല, കാരണം ഗ്ലൂ ആണ് ഇതിന് ശരിക്കും വേണ്ടത്. ഞാൻ ഡബിൾ ടേപ്പ് ഉണ്ടായിരുന്നുള്ളൂ, ഗ്ലൂ ഉണ്ടായിരുന്നില്ല എന്നുള്ളതുകൊണ്ടാണ് ഞാൻ ഡബിൾ ടേപ്പ് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തത്. ഡബിൾ ടേപ്പ് ഒരു കുഴപ്പമൊന്നുമില്ല കേട്ടോ. ആ പുറകിൽ ഇരിക്കുന്ന ബാക്ക്ഗ്രൗണ്ടിൽ ഇരിക്കുന്ന എൻവലപ്പും ഞാൻ ഡബിൾ ടേപ്പ് വെച്ച് തന്നെയാണ് ചെയ്തത്, ഒരു കുഴപ്പമില്ല. അപ്പോൾ ആ ഒരു വിശ്വാസത്തിൽ ആണ് ഞാൻ ഈ ഒരു എൻവലപ്പ് ചെയ്യുന്നത്. ടേപ്പ് വെച്ചിട്ട് നമുക്ക് ഗ്ലൂ ആണ് എന്നുണ്ടെങ്കിൽ ഗ്ലൂ യൂസ് ചെയ്യാം. സോ അധികം ലെങ്തി ആക്കണ്ടെന്ന് വെച്ചിട്ടാണ് ഞാൻ കുറച്ച് ഫാസ്റ്റായിട്ട് ചെയ്യുന്നത് കേട്ടോ. ഫാസ്റ്റായിട്ട് ചെയ്യുന്നതല്ല, ഞാൻ കുറച്ച് ഫാസ്റ്റാക്കിയതാണ്. സോ ഈ ടേപ്പ് പറിക്കലാണ് ഏറ്റവും വലിയ ടാസ്ക്. ഭയങ്കര പടിയാണ് എനിക്ക് എന്നെ സംബന്ധിച്ചോളം അപ്പോഴാണ് ഞാൻ അതിൻ്റെ പുറകിലായിട്ട് ചെറിയൊരു ടെൻഷൻ ഞാൻ അതൊക്കെ ഇളക്കി കളഞ്ഞു. എന്നിട്ട് ഇതുപോലത്തെ തിൻ ടേപ്പ് ഉണ്ടെങ്കിൽ ഇതുപോലത്തെ തിൻ ടേപ്പ് ഉണ്ടെങ്കിൽ മാത്രം ഡബിൾ ടേപ്പ് യൂസ് ചെയ്യാം. ചെയ്യാം. ഇത് നമ്മൾ അന്ന് മേലെ ഒട്ടിച്ചിട്ട് ദേ നമ്മൾ ഒട്ടിച്ച് വെച്ചാൽ ദേ നമ്മുടെ എൻവലപ്പ് കളർ മാച്ച്. അപ്പം ഞാൻ ഒരു വൈറ്റ് പേപ്പർ അവിടെ കട്ട് ചെയ്ത് ഏത് കളർ മാച്ച് എന്നിട്ട് എന്താ വൈറ്റ് പേപ്പർ ഇതാണ് കേട്ടോ വൈറ്റ് പേപ്പർ. ആ വൈറ്റ് പേപ്പറിൻ്റെയും എൻവലപ്പിൻ്റെയും കളേഴ്സ് നമുക്ക് മാറ്റാം. ഒരു അടിപൊളി ക്രാഫ്റ്റാണ്. സോ അത് നമുക്ക് വേണമെങ്കിൽ വാക്സിൽ ചെയ്യാം. അതുപോലെ തന്നെ എന്ത് വേണമെങ്കിൽ ചെയ്യാം, സ്റ്റിക്കർ വെക്കാം, ഡബിൾ ടേപ്പ് വെക്കാം, എന്ത് വേണമെങ്കിൽ ചെയ്യാം. അപ്പോൾ വാലന്റൈൻസ് ഡേക്ക്
ഞങ്ങളെ സംബന്ധിച്ചോളൊരു ഹോം മെയ്ഡ് ഗിഫ്റ്റ് എന്ന് പറയുന്നത് ഇതൊരു അടിപൊളി ഗിഫ്റ്റാണ്. സോ